ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മാംഗോ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്കൊരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ കേക്ക് എങ്ങനെയാണ് വീട്ടിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് സീവ് ചെയ്ത് വെക്കണം. എല്ലാ കേക്കിലും ഞാൻ പറയാറുള്ളതാണ്. അപ്പോൾ ഈ കേക്കിൽ നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 1 കപ്പ് മൈദയ്ക്ക് മുന്നേ ഒരു 2 ടേബിൾ സ്പൂൺ നിങ്ങൾ കപ്പിലേക്ക് ഇട്ടിട്ട് വേണം മൈദ എടുക്കാനായിട്ട് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് മുഴുവനായിട്ട് എടുക്കരുത് മൈദ, എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ നമ്മൾ ഇതിനൊപ്പം ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ തന്നെ മതിയാവും, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സേവ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ കേക്കിലും ഈ സീവിങ് സ്റ്റെപ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കണേ. എല്ലാം കൂടി സീവ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി വെക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. നല്ലോണം പതഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ പിന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് ഞാൻ 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പഞ്ചസാര അത്യാവശ്യം നല്ല ഫൈനായിട്ടുള്ളൊരു പൗഡർ ടൈപ്പിലുള്ള പഞ്ചസാര ആയതുകൊണ്ടാണ് മിക്സിയിൽ ഞാൻ പൊടിച്ചെടുക്കാഞ്ഞത്. തരി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി നല്ലപോലെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതാ ഒരു പെയിൽ യെല്ലോ കളറായിട്ട് മാറിയിട്ടുണ്ട് നമ്മളുടെ മുട്ടയുടെ മിക്സ് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമ്മളൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും മതി. അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. പോലെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ എഗ്ഗിൻ്റെ മിക്സ്ചർ. ഇനി ഈ ഒരു സമയത്ത് നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു മിക്സ് 2 ബാച്ചായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരുമിച്ചിട്ട് ഇടരുത്, അപ്പോൾ ഒക്കെ കൂടെ കട്ടൗത്തി പോകും. എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഞാൻ പറയാറുള്ളതാണ്, നമ്മൾ 2 ബാച്ചാക്കിയിട്ട് ജസ്റ്റ് പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഹാൻഡ് ബീറ്ററിൽ സ്പീഡ് 1-ലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അതിലേക്ക് സ്പീഡിലിട്ടിട്ട് മിക്സ് ആക്കരുത്, അപ്പോൾ ഓവർ മിക്സ് ആയി പോകും. അപ്പോൾ നന്നായിട്ട് കട്ടയില്ലാണ്ട് ഫോൾഡ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഈ ഒരു സമയത്താണ് ഇതൊരു മാംഗോ സ്പോഞ്ച് ആണ്, അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മാംഗോയുടെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് മാംഗോ എസൻസ് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് മാംഗോ ഇതേപോലെ പ്യൂരി ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പം ഒരു പകുതി മാംഗോ എടുത്തിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണിത്, നല്ല മധുരമൊക്കെ ഉള്ളതായതുകൊണ്ട് എക്സ്ട്രാ മധുരമൊന്നും ഞാൻ ഇട്ടിട്ടില്ല. സാധാരണ ഗ്രൈൻഡർ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലിട്ടിട്ട് നമ്മളുടെ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് സ്പീഡ് 1-ൽ മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ. ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈഗറിൻ്റെ മാംഗോ എസൻസ് 2-3 ഡ്രോപ്സ് ഇട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ യെല്ലോ കളർ ഫുഡ് കളർ ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്സും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ടൈഗറിൻ്റെ മിക്സ് ഒഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ പിന്നെ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ നല്ല യെല്ലോയിഷ് കളർ കിട്ടും കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ജസ്റ്റ് ഓയിൽ ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൊടുത്തിട്ട് നല്ല പോലെ ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. എന്തായാലും ഒരു 35 മിനിറ്റ് നമുക്ക് എടുക്കും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ഈ സെയിം സ്റ്റെപ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓവണിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാമോ. ഓവണിലാകുമ്പോൾ പ്രീഹീറ്റഡ് ഓവണിൽ 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സിൽ തന്നെ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ലോ ഫ്ലെയിമിൽ താഴെ ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കുക്കറിൽ നിന്ന് ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ബട്ടർ ഷീറ്റൊക്കെ മാറ്റിയിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കണം. ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ലെയറിൻ്റെ എണ്ണമൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ട് നമ്മുടെ കേക്ക് നൈഫ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ടേൺ ടേബിളുമ്പോൾ വെച്ചിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ മാംഗോ കേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് നിർത്താവുന്നതാണ്. ഐസിങ് ചെയ്യുന്നവർ മാത്രം ഇനി മുതൽ അങ്ങോട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഐസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു 1.25 കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മാക്ടോപ്പാണ്.
അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എപ്പോഴും വിപ്പിംഗ് ക്രീം നിങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ടും കുറച്ച് മുന്നേ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ താഴേക്ക് ഇറക്കി വെക്കണം. ഈ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാവണം കേട്ടോ വിപ്പിംഗ് ക്രീം, എന്നാലാണ് നല്ല രീതിയിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു 4-5 മിനിറ്റോളം എടുത്തിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ആദ്യം സ്ലോ സ്പീഡിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഹൈ സ്പീഡിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഞാനിത് മാംഗോ കേക്ക് ആയതിൻ്റെ പേരിൽ 2-3 തുള്ളി യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ഈ ഒരു ക്രീം ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ വേണമെന്നൊന്നുമില്ല, വൈറ്റ് കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. റോസ്റ്റിംഗ് ചെയ്യാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. മാംഗോ പ്യൂരി ഫ്രഷ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മാംഗോ ഇല്ല എന്നുണ്ടെങ്കിൽ മാംഗോ ക്രഷ് കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. അതുപോലെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഷുഗർ സിറപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഷുഗർ സിറപ്പിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർ അതൊന്ന് പോയി കാണുക. ടേബിളിൽ നമ്മൾക്ക് കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുക. അതുമേലാണ് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എല്ലാ കേക്കിലും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്യിപ്പിച്ച് കൊടുക്കുകയാണ് ഷുഗർ സിറപ്പ് വെച്ചിട്ട്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും മറക്കാണ്ട് ചെയ്യണം. നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുന്നത്. ഭാഗത്തേക്ക് നല്ലോണം വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് 2-3 സ്കൂപ്പ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ, വിപ്പിംഗ് ക്രീമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ വെറുതെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേലെ വെക്കുന്ന ലെയർ തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ചോക്ലേറ്റ് ചിപ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, അതല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതേപോലെ അടുത്ത ലെയർ വെക്കുകയാണ്. സെയിം സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. ഈ വെറ്റിംഗ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും ക്രീം അതിൻ്റെ മേലെ കൂടെ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 3ാമത്തെ ലെയർ വരെ ഇങ്ങനെ തന്നെ ചെയ്യാണ്. 3ാമത്തെ ലെയർ വെച്ചിട്ട് അതും വെറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതും വെറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നെ മൊത്തമായിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. ആവശ്യം കേക്ക് നല്ലോണം ഒന്ന് കവറാവുന്ന രീതിയിൽ തന്നെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ ടൈം ഉണ്ടെങ്കിൽ അരമണിക്കൂർ, അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് നല്ലപോലെ കവർ ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റാം. ക്രം കോട്ട് ചെയ്ത് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുള്ള കേക്കാണിത്. അപ്പോൾ ഇതുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒരു തിൻ ലെയറും കൂടെ കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫിനിഷിങ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്ക്രാപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല വൃത്തിക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലുള്ള ഡെക്കറേഷനൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഞാൻ സിമ്പിളായിട്ടുള്ള ഫ്ലവർ നോസിൽ വെച്ചിട്ട് വരയ്ക്കുന്ന ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ തന്നെ സെയിം ഇതേ കേക്കിൻ്റെ മേലെ കൂടെ ഗണാഷൊക്കെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കിഫായ കേക്ക് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനകത്ത് ഗണാഷൊക്കെ തയ്യാറാക്കുന്ന വിധമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ദാ ഞാനിവിടെ റെഡ് കളറ്, മൈൽഡ് റെഡ് കളർ കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ സ്റ്റാർ നോസിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫ്ലവർ വരച്ച് കൊടുക്കാനും ബോർഡർ കൊടുക്കാനും വേണ്ടി മാത്രമാണ് കേട്ടോ ഈ റെഡ് കളറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ, ഐഡിയ അനുസരിച്ചിട്ട്. അപ്പോൾ ദാ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സെയിം കളർ വെച്ചിട്ട് തന്നെ ബോർഡറും വരച്ച് കൊടുക്കുന്നുണ്ട്. സെയിം നോസിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബോർഡർ വരയ്ക്കാനായിട്ടും. സെൻറ്ററിൽ പേരൊക്കെ എഴുതണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ജെല്ല് വെച്ചിട്ട് കളർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് തന്നെ പേരൊക്കെ എഴുതാം. അതും ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കേക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ബാസ്ക്കറ്റ് കേക്ക് ചെയ്തപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് ഇതാ ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനി കേക്ക് നല്ലപോലെ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. കൂടുതലും തലേദിവസം ചെയ്ത് വെച്ച് പിറ്റേ ദിവസത്തേക്ക് ചെയ്യാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാപ്പിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു യെല്ലോ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ലീവ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. കളറൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, സെയിം കളർ വെച്ചിട്ട് തന്നെ ചെയ്തത്. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയക്കും അതുപോലെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. നമ്മൾ സാധാരണ കേക്ക് തയ്യാറാക്കുന്ന അതേപോലൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോ പ്യൂരി വെച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ കേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. ഞാനിപ്പോൾ ഫൈനലി കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എൻ്റെ കയ്യിൽ റെയിൻബോ ഷുഗർ ബോൾസ് ഉള്ള കാരണം കൊണ്ട് ജസ്റ്റ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് പറയണേ ഈ ഒരു സിമ്പിൾ കേക്കിൻ്റെ. നിങ്ങൾക്ക് പുതിയ ഗാഡ്ജറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ചാനൽ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. യെറ്റ് അനദർ കൺസ്യൂമർ എന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര്. ഞാൻ ചാനലിൻ്റെ ലിങ്ക് ഇതാ അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ്റെ ഭാഗമായിട്ട് ഗിവ് അവേ ഒക്കെ അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി സപ്പോർട്ട് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്